നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ദോശക്കൊക്കെ വെക്കണ ആ ഒരു അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ പാത്രത്തിലിട്ട് നല്ല പോലെ തന്നെ ആദ്യം കഴുകിയെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കുതിരാൻ വേണ്ടി വെക്കണം. ഒരു 5 മുതൽ 6 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് പാകത്തിന് കുതിർന്ന് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ 5 മണിക്കൂറോളം ഞാനിവിടെ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു. നല്ല പോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്ക് മിക്സറിൻ്റെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, അതിൽ കുറച്ച് കുറവായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു അപ്പം പഞ്ചസാര ഉപയോഗിച്ചാണ് പൊതുവേ തയ്യാറാക്കാറ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചോറാണ്. 1 കപ്പ് ചോറ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ സാധാരണ മട്ടയരിയുടെ ചോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു അപ്പത്തിൻ്റെ കളർ പൊതുവേ വെള്ള കളറായിട്ടാണ് ഉണ്ടാകുക. അതുകൊണ്ട് മൈദ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. തരികളുടെ ഒന്നും ആവശ്യമില്ല. ഒട്ടും തരികളില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഉണ്ടാകുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ മിക്സറിൻ്റെ ജാറിൽ ഒന്ന് ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ടും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഇതിലേക്ക് 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കൂട്ട് പോലെയല്ല, ഇതൊരല്പം ലൂസായിട്ടാണ് വേണ്ടത്. ഈ ഒരു പാകത്തിന് കൂട്ട് തയ്യാറാക്കിയെടുത്തതിന് ശേഷം ഈ ഒരു കൂട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 8 മണിക്കൂർ നേരത്തേക്കാണ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. ഇപ്പോൾ ഇതാ 8 മണിക്കൂറോളം ഞാനിവിടെ റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഒന്ന് ഫെർമെൻ്റൊക്കെ ആയിട്ട് വരും. ഇത് ഒരുപാട് അങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുമൊന്നുമില്ല, ഒന്ന് നന്നായിട്ട് ഫെർമെൻ്റായി വരും. എന്നാൽ അത് പുളിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കൂട്ട് ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബേക്കിംഗ് സോഡ എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു കൂട്ട് നല്ല പോലെ തന്നെ പൊങ്ങിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 1/4 ടീസ്പൂൺ മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അപ്പം തന്നെ ചുട്ടെടുക്കേണ്ടതാണ്. ചുട്ടെടുക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രം ബേക്കിംഗ് സോഡ ചേർത്താൽ മതി കേട്ടോ. ഇത് ചുട്ടെടുക്കാനായിട്ട് ഉണ്ണിയപ്പ ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 ഭാഗത്തോളമായിട്ട് എണ്ണ വരുന്ന രീതിക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഈ ഒരു ഓരോ കുഴിയിലേക്കും മുഴുവനായിട്ടും തന്നെ കൂട്ടൊഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം മാത്രം കൂട്ടൊഴിച്ച് കൊടുത്താൽ മതി. കൂട്ടൊഴിച്ച് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിലാക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സെക്കൻഡുകൾ മാത്രം അതൊന്ന് വയ്ക്കുക. ആ ഒരു എണ്ണയുടെ ചൂടിൽ അപ്പം തന്നെ ആ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വരും. ആ ഒരു സമയത്ത് തന്നെ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം വെന്തിട്ടൊന്നും ഉണ്ടാവില്ല, അത് ഇതുപോലെ ഒഴുകുന്ന പാകത്തിനാണ് ഉണ്ടാകുക. അതുകൊണ്ട് മറിച്ചിടാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ കാണും. എങ്കിൽ കൂടി നമുക്ക് മറിച്ചിടാനൊക്കെ പറ്റും. ആ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ തന്നെ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ അടിഭാഗം നല്ല പോലെ തന്നെ ഫ്രൈ ആയിട്ട് വരുന്ന രീതിക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ണൂരപ്പാണ്. കണ്ണൂരൊക്കെ കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു അപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം വെള്ള കളറിലാണ് ഉണ്ടാകുക, അടിഭാഗമാണ് ബ്രൗൺ കളറായിട്ട് ഉണ്ടാകുക. അതുപോലെ തന്നെ ഈ ഒരു അപ്പം പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് പൊതുവെ തയ്യാറാക്കാറ്. ഇതിൻ്റെ എണ്ണ മുഴുവൻ നല്ല പോലെ തന്നെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എണ്ണ നല്ലപോലെ മാറ്റിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, ഞാൻ തയ്യാറാക്കിയതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അടച്ച് വെച്ച് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് ഇതുപോലെ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ അടിഭാഗം നല്ല ബ്രൗൺ കളർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഒരു ഇത്തിരി ഹാർഡായിട്ടാണ് ഉണ്ടാകുക. ഇതുപോലെ നമ്മൾ അടച്ചു വെച്ച് കഴിയുമ്പോൾ 2 ഭാഗവും നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഈ ഒരു പാകത്തിനായി കിട്ടും. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ കണ്ണൂരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ അപ്പം പോലെയല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയൂ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.